നമസ്കാരം. ലോക ഈ സിനിമ വലിയൊരു സംഭവമാണോ എന്ന് ശരിക്കും ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കുറച്ച് സംഭവം ഇருக்கு. അതെന്താ വെച്ചാൽ ആദ്യം തന്നെ ഈ സിനിമ നിർമ്മിച്ച ദുൽഖറിന് വലിയൊരു അഭിനന്ദനം ഞാൻ നൽകുകയാണ്. അതിന് പുറമെ ഇത് ഡയറക്റ്റ് ചെയ്ത, അതായത് ഇതിൻ്റെ കഥ തിരക്കഥ സംവിധാനം ചെയ്ത ഡൊമിനിക് അരുൺ, ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. ഇതുപോലുള്ളൊരു സിനിമ മലയാളത്തിൽ കൊണ്ടുവന്നതിന്, മലയാളികൾക്ക് തന്നതിന് നന്ദി പറയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും, അതായത് എഡിറ്റിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സാധനം. അതായത് ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണ്, എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ സൂപ്പർ ഹീറോ വുമൻ ആയിട്ടുള്ള ആദ്യത്തെ ഒരു മലയാള സിനിമ. മിന്നൽ മുരളിക്ക് ശേഷം, അല്ലെങ്കിൽ മിന്നൽ മുരളിയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു പുതിയൊരു സൂപ്പർ ഹീറോ സിനിമ എന്നല്ല, അതായത് നമ്മൾ പണ്ട് പഴങ്കഥകളിൽ, നാടോടി കഥകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അവരെ ഈ ആധുനിക ലോകത്തോട്ട് വന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് കാണിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ ഒരു ആ തിങ്കിങ് ഉണ്ടല്ലോ, വളരെ എന്താ പറയുക, ഭയങ്കര കയ്യടി അർഹിക്കുന്ന ഒരു പരിപാടിയാണ്. ചുരുക്കി പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 രൂപ കൊടുത്തിട്ടൊരു സിനിമ കാണുമ്പോൾ എന്താ പറയുക, 500 രൂപയുടെ സിനിമ കണ്ട ഒരു പ്രതീതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 40-50 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു 500 കോടിയുടെ സിനിമ കണ്ടതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ആയാലും ഹോളിവുഡിലായാലും വളരെ കൂതറ സിനിമകൾ എടുത്തിട്ടുണ്ട് ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ടൊക്കെ. പക്ഷേ അവരൊക്കെ ഇത് കണ്ടുപഠിക്കണം. കാരണം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സീനും കഴിയുമ്പോൾ അടുത്ത നെക്സ്റ്റ് എന്തെന്നൊരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് തരുന്നുണ്ട് സിനിമ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിംസ് ആയാലും അതിൻ്റെ ടെക്നിക്കാലിറ്റി, അല്ലെങ്കിൽ VFX, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ഓരോ സംഭവവും വളരെ എൻറിച്ച് ആയിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ ഇന്റർവെൽ സീനിന് മുമ്പായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഈ ചന്ദ്ര ആരാന്ന് റിവീൽ ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. അതായത് അതിൻ്റെ പാസ്റ്റും അതൊക്കെ കാണിച്ചിട്ട് ഒരു സംഭവം അത്യാവശ്യം നല്ലൊരു ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട് ആ സമയത്ത്. അതുപോലെ സെക്കൻഡ് ഹാഫിലായാലും കുറെ ക്യാമിയോസ് വരുന്നുണ്ട്. സൂപ്പർ ക്യാമിയോസ് ആണ്, ഞാൻ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ചുരുക്കി പറയാനാണെങ്കിൽ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, എഡിറ്റ് ചെയ്തിട്ടുള്ള, അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ള, ഓരോ സീനും എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി മലയാള സിനിമ എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായും തിയേറ്ററിൽ മിസ്സാക്കാതെ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് വാച്ചിങ് തിയേറ്റേഴ്സ്.